ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ അസറത്ത് റഹിമഹുല്ലായും അതുപോലെ ഷെയ്ഖുന വടുതല ഉസ്താദ് ഇവരുമായിട്ടുള്ള പരിചയവും ബന്ധവും ഒന്ന് പറഞ്ഞാൽ. ഇത് അൽ ഹസനി ഉലമാ കൗൺസിൽ ആണല്ലോ ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിരിക്കുന്നത്. അപ്പോ കേരളത്തിന് അവരൊന്ന് കൂടുതൽ പരിചയപ്പെടാനും ഉസ്താദിന്റെ ബന്ധം ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. മൂസ ഉസ്താദിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. മൂസ ഉസ്താദിന്റെ ഉസ്താദന്മാരോട് വലിയ സ്നേഹം, വലിയ ആദരവ്, വലിയ ബഹുമാനമാണ്. അതാണ് ഉസ്താദിനെ ഇത്രയും ഉന്നത സ്ഥാനത്ത് എത്തിക്കാനുള്ള കാരണം. ഉസ്താദന്മാർ അസ്ഹരി തങ്ങളോടുള്ള ബഹുമാനം, ബഹുമാനപ്പെട്ട ഷേഖ് സല്ലല്ലാഹുള്ള ബഹുമാനവും ആദരവും. ഈ ആദരവാണ് മഹാനവറുകളെ ഇത്രയും ഉന്നത സ്ഥാനത്ത് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ ശിഷ്യന്മാരോടും അതിനും വലിയ സ്നേഹമാണ്. ശിഷ്യന്മാരോടും ഉസ്താദിനൊരു അദ്ദേഹത്തിന് ശിഷ്യന്മാരോട് വലിയ സ്നേഹമാണ്. അതെല്ലാവർക്കും അങ്ങനെ വേണ്ടതാണ്. അസ്ഹരി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ആ കുടുംബത്തിനോടുള്ള സ്നേഹമാണ്. എല്ലാ കുടുംബത്തെ ഇപ്പോഴും ആ കുടുംബങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പര ഹസനിയ കോളേജ് തന്നെ ഉണ്ടാകാനും ഇതിനെല്ലാം കാരണം ബഹുമാനപ്പെട്ട ഷേഖ് ഹസരത്ത് അവറുകളാണ്. അത് കാരണം മൂപ്പര കൂടെ നിൽക്കുകയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആ സ്ഥാപനവും വളർന്ന് ഹസനിൽ നിന്ന് ഇതുപോലത്തെ എത്ര ആയിരക്കണക്കിന് മക്കളും അതിൽ നിന്നുണ്ടായി. അതൊക്കെ നില ഉണ്ടാകാൻ ആ രണ്ടുപേരും, ആ ഉസ്താദന്മാരും ശിഷ്യനും കൂടി ആലോചിച്ച് യോജിച്ച് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് അത് അല്ലാഹു തആല അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഉസ്താദും വടുതല ഉസ്താദും തമ്മിലുള്ള ബന്ധം, ഞാനും ഉസ്താദുമായിട്ട് വലിയ സ്നേഹം, എന്നോട് വലിയ സ്നേഹമാണ്. അദ്ദേഹം തങ്ങളുടെ അടുത്ത് ഓതുന്ന കാലത്ത് ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്ന് അവിടെ പോയിട്ടുണ്ട്. അന്ന് മുസ്തഫായെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അവിടെ ചെന്നപ്പോൾ കാണാൻ ഇങ്ങനെ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ ആലുവയിലാണ്. ഞാനും ഇവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വച്ചേ പരിചയപ്പെട്ടു ഓതുന്ന കാലത്ത്. എവിടെ തങ്ങളുടെ ഞാൻ ഈ സ്ഥലത്ത് പോയിരുന്ന അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത്, എവിടെ തലക്കെടുത്ത് പരപ്പനങ്ങാടിയിൽ വന്ന് ഇവിടെ നിന്ന് തിരൂരൊന്ന് ഇറങ്ങി അവിടെ നിന്ന് വിശ്രമം പോയാൽ മതി. അങ്ങനെ അവിടെ ചെന്ന് മൂപ്പര് അന്നേ എനിക്ക് പരിചയമുണ്ട്. പിന്നെ എന്നോട് വലിയ സ്നേഹമാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്ന് പലരും മറ്റേ നൂഹ് മൗലവിയുടെ പേര് പലരും പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു നൂഹ് ഉസ്താദ് നല്ല വലിയ നമ്മുടെ നേതാവാണ്, എല്ലാം നേതാവ് തന്നെ. പക്ഷെ അദ്ദേഹത്തിന് ശിഷ്യന്മാരില്ല. ഇദ്ദേഹത്തിനാണ് ശിഷ്യന്മാരുള്ളത്. ഈ ശിഷ്യന്മാരാണ് നമ്മുടെ സംഘടന വളർത്തുന്നത്, ശിഷ്യന്മാരാണ്. അതുകൊണ്ട് മൂപ്പര് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ അത് പാസ്സാകുകയും ചെയ്തു.